ഓണപ്പൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ജവഹർലാൽ നെഹ്റു കയ്യൊപ്പ് ചാർത്തിയ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ ചുണ്ടൻ വള്ളങ്ങളെല്ലാം റെഡിയാണ്. ഓളപ്പരപ്പിലെ പുതിയ രാജാവാരായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് 9 വിഭാഗങ്ങളിലായി ഇത്തവണ മത്സരിക്കുന്നത്. ആവേശത്തൊഴിച്ചിലിനൊടുവിൽ ഒരാൾ വിജയിയാകും. ഓരോ സെക്കൻഡിലും ആവേശം നിറയ്ക്കുന്ന മത്സരമാണ് വള്ളംകളി എന്നതിൽ തർക്കമില്ല. 100-ലധികം മനുഷ്യർ ഒറ്റ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് തുഴയെറിയുന്ന കാഴ്ച കാര്യം നിസ്സാരമല്ല. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോമാഷ് പറയുന്നത് പോലെ ഈ തുഴച്ചിലിനും ചുണ്ടൻ വള്ളത്തിന്റെ കുതിപ്പിനും പിന്നിൽ ഫിസിക്സ് ആണ് കേട്ടോ. ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം തന്നെ പല ശാസ്ത്ര തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ആർക്കിമിഡീസ് തത്വപ്രകാരം ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി വസ്തു തള്ളിമാറ്റുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ദ്രവത്തിൽ താഴോട്ട് പോകും തോറും മർദ്ദം കൂടും. മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ മുകൾ ഭാഗത്തേക്കുള്ള തള്ളലാണ് പ്ലവക്ഷമ ബലമായി മാറുന്നത്. അതേസമയം ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരവും ആ വസ്തു തള്ളി മാറ്റുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായാൽ അത് പൊങ്ങിക്കിടക്കും. അതാണ് പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ചുണ്ടൻ വള്ളം വെള്ളത്തിലിറങ്ങുമ്പോൾ അതിൻ്റെ തുല്യഭാരം വെള്ളം വകഞ്ഞു മാറുന്നു. വള്ളത്തിൽ തുഴച്ചിലുകാർ കയറുമ്പോൾ ഭാരം കൂടും. അത്രയും ഭാരം വെള്ളം വകഞ്ഞു മാറുകയും ചെയ്യും. വള്ളത്തിൻ്റെ ഭാരവും എത്ര തുഴച്ചിലുകാർ എന്നതും കണക്കാക്കി എത്ര ഭാഗം വെള്ളത്തിൽ മുങ്ങണമെന്ന് തീരുമാനിച്ചാണ് വള്ളം പണിയുക. വള്ളത്തിൻ്റെ നീളത്തിലും കാര്യമുണ്ട്. വള്ളത്തിൻ്റെ അടിഭാഗം വളഞ്ഞിട്ടാണ്. അതിനാൽ മുഴുവൻ ഭാഗവും വെള്ളത്തിൽ മുട്ടുന്നില്ല. നല്ല നീളമുള്ള വള്ളമായതിനാൽ അത് പൊങ്ങി നിൽക്കാൻ ആവശ്യമായ വെള്ളം വകഞ്ഞു മാറുന്നതിന് മുഴുവൻ ഭാഗവും വെള്ളത്തിൽ മുട്ടേണ്ടതില്ല. വള്ളം കായലിലൂടെ നീങ്ങുമ്പോൾ വിസ്കോസിറ്റി കാരണം ഘർഷണം അനുഭവപ്പെടും. ഘർഷണം കൂടിയാൽ വേഗം കുറയും. അത് ഒഴിവാക്കാനാണ് വീതി കുറച്ച് വള്ളം പണിയുന്നത്. എണ്ണ ഇടുന്നതും ഈ ഘർഷണം കുറയ്ക്കാനാണ്. നെഹ്റു ട്രോഫി ട്രാക്കിന്റെ നീളം 1150 മീറ്ററാണ്. കാരിച്ചാൽ ചുണ്ടനാണ് കഴിഞ്ഞ വർഷം അത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്തത്. 4 മിനിറ്റ് 14.35 സെക്കൻഡിൽ, അതായത് മണിക്കൂറിൽ 16.26 കിലോമീറ്റർ വേഗം അഥവാ 9 നോട്ടിക്കൽ മൈൽ വേഗം. 9.9 HP കരുത്തുള്ള മോട്ടോർ ബോട്ടിന് 1350 മീറ്റർ ട്രാക്ക് പിന്നിടാൻ വേണ്ടി വന്നത് 5 മിനിറ്റ് 35 സെക്കൻഡാണ്. ചുണ്ടനാകട്ടെ 4 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 4 മിനിറ്റ് 50 സെക്കൻഡ് വരെ മതിയായിരുന്നു. ഇനി ചുണ്ടൻ വള്ളം അതിവേഗം കുതിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് നോക്കാം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനം തുടരുന്നതിനുള്ള പ്രവണതയാണ് ചലന ജഡത്വമെന്ന് അറിയാമല്ലോ. അസുന്ദരിതമായ ബാഹ്യബലം പ്രയോഗിക്കും വരെ വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുമെന്ന ന്യൂട്ടന്റെ 1ാം ചലന നിയമപ്രകാരമാണിത്. തുഴ ഉയർത്തിയാലും ചുണ്ടൻ മുന്നോട്ട് പോകാൻ കാരണം ഈ ചലന ജഡത്വം അഥവാ ഇനേർഷ്യ ഓഫ് മോഷനാണ്. വള്ളത്തെ ചലിപ്പിക്കുന്നതാകട്ടെ ഒരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന ന്യൂട്ടന്റെ 3ാം ചലന നിയമമാണ്. തുഴച്ചിലുകാർ വെള്ളത്തെ പിന്നോട്ട് തള്ളുമ്പോൾ തുല്യ ശക്തിയിൽ വള്ളം മുന്നോട്ട് കുതിക്കും. 90-ലേറെ പേർ ഒന്നിച്ചു തുഴയുമ്പോൾ കുതിപ്പ് കൂടും. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അഥവാ ഇമ്പൾസ്. ഓരോ തുഴ എറിയുമ്പോഴും ചെറിയ സമയത്ത് വലിയ ബലം പ്രയോഗിക്കുന്നു. വസ്തുവിനെ ഒരു കേന്ദ്ര ബിന്ദുവിനെ ചുറ്റി കറങ്ങാൻ സഹായിക്കുന്ന ബലമാണ് ടോർക്ക്. തള്ളുക അഥവാ വലിക്കുക പോലുള്ളവയുടെ കറങ്ങുന്ന രൂപമായി അതിനെ കണക്കാക്കാം. ഇവിടെ വെള്ളത്തിൽ പതിക്കുന്ന തുഴകളുടെ എണ്ണമാണ് ടോർക്ക്. ഇരുവശത്തും നീളം കൂടിയ തുഴകൾ ഉപയോഗിച്ച് ആഞ്ഞു തുഴയുമ്പോൾ വള്ളത്തിന് ചെറിയ രീതിയിൽ കറക്കം അനുഭവപ്പെട്ട് അത് മുന്നോട്ട് നീങ്ങും. ഒരു വശത്ത് കൂടുതൽ തുഴഞ്ഞാൽ അവിടെ കൂടുതൽ ടോർക്ക് രൂപപ്പെട്ട് വെള്ളം കറങ്ങി മറിയും. അത് തടയാനാണ് ഒരേ താളത്തിൽ തുഴയുന്നത്. ടോർക്കിലെ ചെറിയ വ്യത്യാസം പങ്കായക്കാർ നിയന്ത്രിക്കും. വെള്ളത്തിൽ പങ്കായം പിടിച്ച് പ്രതിരോധം സൃഷ്ടിച്ചാണിത്. വള്ളത്തിൻ്റെ ഇടതു വലതു വശങ്ങളിൽ ഒരുപോലെ ഭാരം വരും വിധമാണ് തുഴച്ചിലുകാർ ഇരിക്കുക. മുന്നിലും പിന്നിലും അതുപോലെ ഭാരം തുല്യമാക്കും. വള്ളം ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. മനുഷ്യൻ്റെ മസിൽ എനർജി യാന്ത്രികോർജമായി മാറിയാണ് വള്ളം ചലിക്കുന്നത്. അത് വെള്ളത്തിലേക്ക് തുഴയായി നൽകുമ്പോൾ ഗതികോർജമായി മാറും. ഒരാൾ ഏകദേശം 200 മുതൽ 300 വാട്ട്സ് ഊർജം പ്രയോഗിക്കും.
ഒരു ചുണ്ടനിലെ ഏതാണ്ട് 90 തുഴച്ചിലുകാർ ചേർന്ന് 20 മുതൽ 30 കിലോവാട്ട് യാന്ത്രികോർജ്ജമാണ് പ്രയോഗിക്കുന്നത്. ചുണ്ടൻ വള്ളം വെള്ളത്തിലൂടെ ചലിക്കുമ്പോൾ മുന്നിലും പിന്നിലും തരംഗങ്ങൾ ഉണ്ടാകും. രണ്ടറ്റത്തുമുള്ള തരംഗങ്ങളുടെ നീളവും ചുണ്ടൻ്റെ നീളവും തുല്യമാകുമ്പോഴാണ് വള്ളം പരമാവധി വേഗം കൈവരിക്കുക. നീളം കൂടിയ വള്ളങ്ങൾക്ക് അത് കൂടുതലായിരിക്കും. വള്ളം കളിയിലെ ശാസ്ത്രവശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ഫിസിക്സ് തിയറികളെല്ലാം തോണിയിലടക്കം നടപ്പിലാക്കുകയും ബോട്ടിനേക്കാൾ വേഗത്തിൽ തുഴയാൻ തുഴച്ചിലുകാർക്ക് കഴിയുകയും ചെയ്താൽ മാത്രമേ കാരിച്ചാൽ ചുണ്ടനെ പോലെ ഒന്നാമതെത്താൻ കഴിയൂ. ഇതിനൊക്കെ പുറമെ കാണികളുടെയും അമരക്കാരുടെയും താളക്കാരുടെയും ആവേശവും മത്സരവീര്യം കൂട്ടാൻ പ്രധാനമാണ്. ഓളപ്പരപ്പിനെ ഖണ്ഡിച്ച് വള്ളങ്ങൾ കുതിക്കുന്ന കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം.